ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നല്ലൊരു അടിപൊളി സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിലിട്ട് അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പി നോക്കാം. ആദ്യം ഒരു പാനിലോട്ട് 1.5 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. സാധാ നോർമൽ പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പാല് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ആയാലും കുഴപ്പമില്ല. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ റവയൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ പാനിന്ന് നന്നായിട്ട് വിട്ട് വരുന്ന രീതി ആവുന്നത് വരെ നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യുക. അങ്ങനെ നന്നായിട്ട് കുക്കായ ശേഷം പിന്നെ നമുക്ക് ആ ഒരു ചൂടോടെ തന്നെ വേറൊരു ബൗളിലോട്ട് മാറ്റാം. എന്നിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റിയ ചൂടോടെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. അങ്ങനെ കൈവച്ച് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പ പോലത്തെ സ്പൂൺ ഉണ്ടല്ലോ, അത് വെച്ച് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് അതിൻ്റെ മേലെ. ഇനി ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും പ്ലെയിൻ ആയിട്ട് റൗണ്ട് ഷേപ്പിൽ ഷേപ്പ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് മുഴുവനായിട്ടും ഷേപ്പ് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ മുഴുവൻ മിക്സും നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 20ഓളം പീസ് ഞാനിങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് തിരിച്ച് മറിച്ചിട്ട് നല്ല ക്രിസ്പി ആകുന്നത് വരെയും ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെയും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്കിത് മുഴുവനായിട്ടും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്കിതിന് ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ഇതിന് മധുരം ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പം ഇതിന് നമുക്ക് മുഴുവനായിട്ടും ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് 2-3 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ചൂടോടെ തന്നെ ഷുഗർ സിറപ്പിലോട്ട് ഇടണം. അങ്ങനെ 2-3 മിനിറ്റ് കഴിഞ്ഞെടുത്താൽ നമുക്ക് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെഡിയാക്കി എടുക്കാം. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ചെയ്യുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. ചാനലിലുള്ള മറ്റ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.